നമസ്കാരം. പ്രത്യുസീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ലൊക്കേഷൻ ഏതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞങ്ങളുള്ളത് അയ്യപ്പേട്ടൻ്റെ കടയിലാണ്. കൊല്ലങ്കോട് അയ്യപ്പേട്ടൻ്റെ കടയിലാണുള്ളത്. അപ്പോൾ കുറേ കാലം മുമ്പ് ഞാൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല. മൂപ്പരുടെ ചെറിയൊരു കടയായിരുന്നു. അവിടെ വരാന്തയിലേക്ക് ഇരുന്നിട്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ലൊരു വലിയൊരു ഹോട്ടൽ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഹാളൊക്കെ എടുത്ത് അവിടെയാണ് ഇപ്പോൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പിലേക്ക് കയറി പോകുന്ന സമയത്ത് തന്നെ അയ്യപ്പേട്ടൻ്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യപ്പൻസ് ഹോംലി മീൽസ് എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല അറ്റ്മോസ്ഫിയർ ആണ് ചെയ്തിട്ടുള്ളത്. ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരുപാട് സിനിമ ആർട്ടിസ്റ്റുകൾ, അതുപോലെ ഈ മാർക്കറ്റിങ്ങിന് പോകുന്ന ആൾക്കാർ, ഒരുപാട് ജോലിക്കാർ, സാധാരണക്കാർ എല്ലാവരും വന്ന് ദിവസം കഴിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. ആ കുറേ കാലം മുമ്പ് ഞാനിവിടെ വന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടാവില്ല, അത്രയും തിരക്കായിരിക്കും. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഏകദേശം 2:30 സമയം, എന്നാലും ഇവിടെ സീറ്റ് ഫുള്ളാണ്. ഭക്ഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ വിചാരിച്ച ഭക്ഷണങ്ങളെല്ലാം കിട്ടിയെന്ന് വരില്ല. എന്തായാലും ചിക്കനും ബീഫും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ബീഫ് ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല, അത് ആരെങ്കിലും വന്ന് ഓർഡർ ചെയ്തിട്ട് പോകും. അത്രയും തിരക്കാണ്. ഞായറാഴ്ചയിലാണ് ഇത്രയും തിരക്കുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ പറയണ്ടല്ലോ. ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവനായിട്ടും ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ മസാലക്കറി വന്നു, കൂട്ടുകറി വന്നു, അതുപോലെ തന്നെ മാങ്ങാ പുളിശ്ശേരി, അച്ചാറ്, പപ്പടം, ഇഞ്ചിപ്പുളി, ഇതെല്ലാം നമുക്കുണ്ട്. സാമ്പാറുണ്ട്, മീൻകറി ഉണ്ട്. മീൻകറി ഏകദേശം കഴിയാറായി. സാമ്പാറും മീൻകറി ഉണ്ട്. അപ്പോൾ ആ പഴയ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ആ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ആ പഴയ സാമ്പാറിൻ്റെ അതേ രുചിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വെക്കുന്നതും അതുപോലെ അതിന് മേൽനോട്ടം വഹിക്കുന്നതൊക്കെ അയ്യപ്പേട്ടൻ്റെ വൈഫാണ്. അപാര കൈപ്പുണ്യാണ്. അത്രയും ടേസ്റ്റാണ് ഇവിടുത്തെ ഭക്ഷണം. വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് കഴിക്കാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് മനസ്സമാധാനത്തോടു കൂടി വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ്. അപ്പോൾ നമ്മൾ ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് എല്ലാ ഐറ്റത്തിനൊപ്പം ഇത് കഴിക്കാം. പൊറോട്ടയ്ക്കൊപ്പം കഴിക്കാം, പത്തിരിക്കൊപ്പം കഴിക്കാം, ചോറിനൊപ്പം കഴിക്കാം, ദോശയ്ക്കൊപ്പം കഴിക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാത്തിനൊപ്പം കഴിക്കാൻ പറ്റും. നമുക്ക് ഈ ബീഫ് വെറുതെ കഴിക്കാം. അത്രയും സ്പൈസി ആയിട്ട് നല്ല വറുത്തരച്ചുണ്ടാക്കിയിട്ടുള്ള ബീഫാണ്. ഇത് പറയുമ്പോൾ തന്നെ നാവിൽ നമുക്ക് വെള്ളം വരും. കുറച്ചെടുത്ത് ചോറിലിങ്ങനെ നമ്മൾ കുഴച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്, ഹെവി ടേസ്റ്റാണ്. ഒരു ബീഫ് കൂടെ പറയാൻ നിൽക്കുന്ന സമയത്ത് ബീഫ് കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് ചിക്കനാണ്. ചിക്കൻ ഞാൻ പറഞ്ഞില്ല, ചിക്കൻ ചൂടായതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും ആ ബീഫ് ഒന്ന് കുറച്ച് എടുത്തിട്ട് ചോറിലേക്കൊന്ന് കുഴച്ചിട്ട് ആ സ്പൈസി ആയിട്ടുള്ളൊരു ബീഫിനെ വെച്ചൊന്നൊരു പിടുത്തം പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഇവിടെ ഇഷ്ടപ്പെടും. നമുക്ക് മനസ്സും നിറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇടം എന്ന് പറയുന്നത് അയ്യപ്പേട്ടൻ്റെ ഒരു ഷോപ്പാണ്, അയ്യപ്പേട്ടൻ്റെ കടയാണ്. ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. വിനീത് ശ്രീനിവാസൻ അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലൊക്കെ വന്ന ശേഷം ഒന്നുകൂടെ അത് ഫേമസ് ആയിട്ടുണ്ട് ഷോപ്പ്. എന്തായാലും അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്പോട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് നാടൻ ഭക്ഷണശാലകൾ എല്ലാവർക്കും അതൊരു ആത്മവിശ്വാസത്തോട് കഴിക്കാൻ പറ്റുന്ന, ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ അയ്യപ്പേട്ടൻ്റെ കടയും. പാലക്കാട് കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ശരിക്കും അയ്യപ്പേട്ടൻ്റെ കടയൊക്കെയാണ്. ഹൃദയം മൂവിയൊക്കെ ഇറങ്ങിയ സമയത്ത് അത് കുറച്ചുകൂടെ നല്ല വൈഡായിട്ട് അറിയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതാ കണ്ടില്ലേ, എല്ലാം ഫിനിഷിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞനും കഴിച്ചു. അതുപോലെ തന്നെ ലിയോ ഗുണ്ടമ്മയുടെ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ റേറ്റ് ചോദിച്ചപ്പോൾ ഞെട്ടി. ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് ആകെ ആയത് 150 രൂപയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും വളരെ ചുരുങ്ങിയ പൈസ മാത്രമേ ഇവിടെ ആവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ ഏകദേശം 10, 300, 400 രൂപയോളം ആയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ വെറും 150 രൂപ മാത്രമേ ഉള്ളൂ. ഹൃദയം ഷൂട്ടിൻ്റെ അന്ന് വന്നു. പിന്നെ അതിനു മുമ്പ് ലൊക്കേഷൻ നോക്കാൻ പറ്റുമോ? അത് ഇവിടെ നല്ല പരിചയമാണ്. ഇവിടെ വന്ന് നല്ല പരിചയമായി. പിന്നെ പാലക്കാട് അയ്യപ്പേട്ടൻ്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ഇതൊക്കെ വെച്ച് തരാനുള്ള അനുഗ്രഹം ഭഗവാൻ എനിക്ക് തരട്ടെ. അതൊക്കെ ഉണ്ടാവും. അതാ ഞാനന്ന് പറഞ്ഞത്. അന്നത്തെ ആ ചപ്പാത്തിയും ഒരു ഉള്ളിക്കറിയും.
അപ്പോൾ ഞങ്ങൾ വയറ് നിറയെ മനസ്സ് നിറയെ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, സി യു.